അതേ സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞ അമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞ മൂർക്കമ്പാമ്പിന്റെ ഉദാഹരണം, അതുപോലെ സുപ്രഭാതത്തിൽ വന്ന പരസ്യം, ഈ പരസ്യം കഴിയുമ്പോഴും ഉമർ ഫൈസിയുടെ പ്രസ്താവന വരുമ്പോഴും ഈ സംഗതികളൊക്കെ വരുമ്പോഴും പിന്നീട് അവരുടെ പേര് ശക്തമായ നടപടി ഒന്നുമില്ല. അവിടെയാണ് ഞങ്ങൾ ഈ പറയുന്നത്. അത് അവർ അത്ര ശക്തരാണ്. ആ ശക്തരാകുന്നതിനാണ് ഞങ്ങൾ ഇപ്പുറത്തും അത് പറ്റില്ല എന്ന് പറയാൻ ഞങ്ങൾ യഥാർത്ഥ ശരിയാണ്. ഇങ്ങനെയൊക്കെ അച്ചടക്ക ലംഘനവും ഹൈജാക്ക് ചെയ്യലും ഞങ്ങളാണ് പറയും. ഉദാഹരണത്തിന് സുപ്രഭാതത്തിന്റെ എം ഡി അമീദ് ഫൈസി എന്നവർ അദ്ദേഹത്തെ ആരാക്കിയത് ഡയറക്ടർമാരാക്കിയിട്ടില്ല. സുപ്രഭാത അത് അറിയില്ല. സ്വയം അവരോധിతం ഞാൻ ഡയറക്ടറാണ്, ഞാൻ എം ഡിയാണ് എന്നിട്ട് പറയാണ് എന്ത് ശരിയാണത്. 16-17 ഡയറക്ടർമാർക്ക് കത്ത് കൊടുത്തു, മീറ്റിംഗ് വിളിക്കണം, മാറ്റണം, നടപടി എടുക്കണം. ഹമീദ് ഫൈസിയുടെ പേരിൽ മാത്രമാണ് അച്ചടക്ക നടപടി ആവശ്യപ്പെടുന്നത്. അല്ല, ഉമർ ഫൈസിയുടെ പേര് വേണം. ഹമീദ് ഫൈസി ഇതിനൊക്കെ ഹെഡ് അവരാണ്. ഈ 5 ആളുകളാണ്, 5 ആളുകളുടെ പേരിൽ അച്ചടക്ക നടപടി ആവശ്യപ്പെടുന്നത്. ഇല്ല, അങ്ങനെ ഇവരെ നിലക്ക് നിർത്തണം. ഇവർ സമസ്തയേക്കാൾ സൂപ്പർ സംസ്ഥാനം. എങ്ങനെയാണ് നടപടികൾ ആഗ്രഹിക്കുന്നത് ആവശ്യപ്പെടുന്നത്? ഉമർ ഫൈസി വ്യക്തമായി പാണക്കാട് തങ്ങളെയാണ് ആക്രമിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തെ സ്ഥാനത്ത് മാറ്റണം എന്ന് ഇപ്പൊ ഞങ്ങൾ നിലപാട് മാറ്റി വന്നാലോ? എങ്ങനെ നിലപാട് മാറ്റിയത് പരസ്യമായി പറഞ്ഞതാണ്. അത് എന്റെ നിലപാട് മാറ്റുന്നത് അദ്ദേഹം ആ സ്ഥാനത്ത് സമസ്തയുടെ സെക്രട്ടറി മുഷാവറ മെമ്പറുമാണ്. ആ സ്ഥാനത്തിരിക്കാൻ പറ്റില്ല. ഇതിൽ നിന്ന് ഇപ്പൊ സുപ്രഭാതം ഇന്ന് കണ്ടില്ലേ, സുപ്രഭാതത്തിൽ നടപടി എടുത്തത് ആരെയാണ്? ഏതോ രേഖയാണ്. എന്താണ് അവർക്ക് പറഞ്ഞത്? മാനേജ്മെന്റ് അറിയാതെയോ? ഇത്രയും വലിയ ഒരു പരസ്യം ആ രീതിയിൽ കൊടുത്തിട്ടും മാനേജ്മെന്റ് അറിയാതെ ഇപ്പൊ ഷാജി പറഞ്ഞതാണ് കറക്റ്റ്. സ്ലീപ്പിംഗ് സെല്ലല്ല, ഇവരിപ്പം പരസ്യമായ സെല്ല് തന്നെയാണ്. അതൊരു മുസ്ലിം ലീഗിനെയും പാണക്കാട് തങ്ങളെയും ഒക്കെ അങ്ങനെ പല കാരണങ്ങളുണ്ട്. ഞങ്ങളത് ഇതൊന്നും ഇപ്പൊ ആദർശ സംരക്ഷണ വിധി ഉണ്ടാക്കിയെന്ന് പറയാതെ ഒരു വിഘടിതല്ല, സമാന്തരല്ല. ഈ പ്രശ്നം യഥാസമയം ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. സമസ്ത ഉസ്താദുമാരോടും ഞങ്ങൾ മുഷാവറ മെമ്പർമാരൊക്കെ പോയി കാണുന്നുണ്ട്. ഇത് ഒരു എടുത്തറിഞ്ഞല്ല, 2.5 കൊല്ലമായി ഇത് വൺ സൈഡാണ്. ഇവർ വൺ സൈഡ് നിരന്തരം ആക്രമിക്കുകയാണ്. അത് പാണക്കാട് ഖാദി ഫൗണ്ടേഷൻ ആക്രമിക്കുന്നു, ലീഗിനെ ആക്രമിക്കുന്നു. ഒളിഞ്ഞും തെളിഞ്ഞും പല രീതിയിൽ വന്നപ്പോഴാണ് ഇനി അറിഞ്ഞിരിക്കാൻ കഴിയില്ല എന്ന് സമസ്തയുടെ തന്നെ ആളുകളുടെ തീരുമാനമാണ്. നളന്തയിൽ യോഗം കൂടിയതും ഇപ്പം ഇന്ന് സുപ്രഭാതത്തിന്റെ സിഇഒ ഉണ്ട്. ഉസ്താദുമാരുടെ സമ്മതത്തോടു കൂടിയാണ് നമ്മൾ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഉസ്താദുമാരുടെ സമ്മതമില്ലാതെ ഞങ്ങൾ ഒന്നും ചെയ്യില്ല. ഉസ്താദ്മാർ പറഞ്ഞു ഞങ്ങൾക്ക് അതിൽ ബന്ധമില്ല, എന്താ ചെയ്യുന്നത്, അപ്പൊ എന്താ അർത്ഥം എന്നിട്ട് അവരെ കരുവാക്കില്ല. ഇതിൽ വ്യക്തമായി അതിൽ പങ്കുവഹിച്ച ആളുകളുണ്ട്. ആ സുപ്രഭാതത്തിന്റെ പ്രധാനമായ സ്ഥാനത്ത് അവർ മാറ്റണം എന്ന് പറയുന്നുണ്ട്. പരസ്യമായി പാണക്കാട് തങ്ങളെ പരസ്യമായി വിമർശിച്ച ഉമർ ഫൈസിയെ മാറ്റണം. അത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതൊരു സമാന്തരമല്ല. സമസ്തയും ഞങ്ങൾ ഒരു പ്രശ്നമില്ല, വളരെ നല്ല ബന്ധം. ഇന്നും ബഹുമാനപ്പെട്ട ഞങ്ങൾ എന്നെ വിളിച്ചിരുന്നു. ഇന്നും അതൊന്നും വിഷയമല്ല. ഞങ്ങൾ ഇതിൽ കൃത്യമായി സമസ്തയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അത് പഴയ കാലത്ത് പോലെ നല്ല ബന്ധങ്ങൾ വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ഉദ്ദേശമുള്ളൂ. അതിന് യഥാസമയം ഈ ഇപ്പം കോഴിക്കോട് ആദർശ സമ്മേളനം എന്ന് പറഞ്ഞ് കോഴിക്കോട് ഇപ്പം തിരുവൂരിൽ പല ഭാഗങ്ങൾ നടത്തുക. എന്താണ് ആദർശ സമ്മേളനം അല്ല, അതിന്റെ പുറത്ത് ലീഗിനെ പറയുന്നു, മറ്റുള്ള രീതി പറയുന്നു, തെളിഞ്ഞും ഒളിഞ്ഞും പരോക്ഷമായും പ്രത്യക്ഷമായും ഒക്കെ മുസ്ലിം ലീഗിനെയും ഒക്കെ ആക്രമിക്കുകയാണ്. അത് കേൾക്കാൻ കഴിയില്ല ഞങ്ങൾക്ക്. അതിന് കാരണം പല ആളുകളും ഞങ്ങളുടെ പാർട്ടി അണികൾ, അതുപോലെ സമസ്തയുടെ തന്നെ നിരവധി ആളുകൾ അതിന് വലിയ വികാരമുണ്ട്. കാരണം ഇതിനൊരു മറുപടി ഇല്ല. ഇതെല്ലാം കേൾക്കുമ്പോൾ അതാണ് ശരിയും തോന്നിപ്പോവാണ്. അതെല്ലാം അതിന് മറുവശം ഉണ്ട് എന്ന് ഞങ്ങൾ പൊതു പറയും. ഇത് കോഴിക്കോട് ഞങ്ങൾ വലിയ സമ്മേളനം നടത്താൻ പോവാണ്. കാരണം എല്ലാ സ്ഥലങ്ങളിലും അതുപോലെ ഞങ്ങൾ ജില്ലകളിൽ വന്ന് ഇത് ബോധ്യപ്പെടുത്തുകയാണ്. അതൊക്കെ പ്രവർത്തനം തന്നെയാണ്. അതൊന്നും ഒരിക്കലും ഞങ്ങൾ ഉസ്താദ്മാരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്, സമസ്തയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇത് ചെയ്യും. അപ്പോൾ ഇതൊരു സമാന്തരമാണ് എന്നൊന്നും പറയില്ല. പക്ഷേ മുസ്ലിം ലീഗിനെ സമസ്തയുടെ അഭിപ്രായ വ്യത്യാസം സംഘടന ഉണ്ടാവില്ലേ? ആ ഉണ്ടാകുന്ന അത് മുമ്പ് കാലങ്ങളൊക്കെ പറഞ്ഞു തീർക്കലാണ്. ഇവിടെ ഇത് പർവ്വതീകരിച്ച് ഇത് പ്രശ്നങ്ങളാക്കി കൊണ്ടുപോകാൻ ഇവർ നിർബന്ധിക്കുക. ആ സമയത്താണ് ഇനി പറ്റില്ലെന്ന് ഞങ്ങൾ പറയുന്നത്. അതൊരു സമാന്തരമല്ല. ഇത് കാരണം നിരവധി കാരണങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ഓരോന്നും ഇപ്പൊ സുപ്രഭാതത്തിലെ മുൻ പരസ്യം ഇടതില്ലെങ്കിൽ ഇന്ത്യയിലായി പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഇതിൽ അറിഞ്ഞില്ലാരും ഈ ഉമർ ഫൈസിന്റെ ഈ പ്രസ്താവന ബന്ധമില്ലാന്ന് പറഞ്ഞാൽ പറയാം. ഇല്ലെങ്കിൽ അയാൾ എങ്ങനെ ഈ മുഷാവറയിൽ വന്നു? അതുപോലെ നിങ്ങളൊക്കെ കണ്ടില്ലേ, ഒരു മുഷാവറ ഉത്തരവാദിത്തപ്പെട്ട ഇത്ര വലിയ സ്ഥാനത്തില്ല കോഴിക്കോട് സ്റ്റേജിൽ വെച്ചിട്ട് എന്താ സംസാരിക്കുന്നത്? എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റാത്ത ഭാഷകൾ പൊതു സ്റ്റേജിൽ കയറി ഒരു മുഷാവറ മെമ്പർമാർ പറയാണ്. ഇത്ര അപഹാസ്യമാണ് അത്. ഇല്ല, അത് ഞങ്ങൾ ആ കാര്യത്തിൽ ഞങ്ങൾ ശക്തമാണ്. അത് അദ്ദേഹത്തെ വേറെ പ്രശ്നങ്ങളൊന്നും ചെല്ലോ, അദ്ദേഹത്തെ മാറ്റണം. അദ്ദേഹം മുഷാവറ മെമ്പറാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇപ്പം പലതും അദ്ദേഹത്തിന് ഞങ്ങൾ മറ്റു കാര്യങ്ങൾ വ്യക്തിപരമായി ഒന്നും പറയുന്നില്ല, അതൊക്കെ പറയുന്നത് മതി. പക്ഷെ ഇന്നാലും ഇവിടെ സമസ്ത എന്ന പ്രസ്ഥാനത്തിന് മുകളിൽ കയറി ഇപ്പൊ സമസ്ത ഹൈജാക്ക് ചെയ്യാണ്. ഞങ്ങളാണ് അവർ പറയും അതാണ് സമസ്ത എന്ന് പറയാൻ പറ്റുമോ? സമസ്തയ്ക്ക് ഒരു സംവിധാനം ഉണ്ട്, അതിന് ലീഡർഷിപ്പ് ഉണ്ട്. അതിന് അവർ പറയട്ടെ. അവരും ഇന്ന് വരെ ഞാൻ പറഞ്ഞല്ലോ ഹക്കീം ഫൈസിയെ മാറ്റണം എന്ന് സമസ്തയുടെ നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട് തന്നെ പല കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് തന്നെ ഒരാളെ കൊണ്ടുവന്നു. ആ പ്രശ്നം ഇവിടെ തീർത്തതാണ്. ഉടനെ പത്രക്കാർ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. വന്നതും പോയത് മൂർഖനാണെങ്കിൽ വന്നത് കരിമൂർഖനാണ്. എത്ര അപകടകരമാണ്. അത് ആരാ പറഞ്ഞു? സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു, സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞു, ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും പറഞ്ഞില്ല. പറഞ്ഞത് ഇവരാണ്. അപ്പൊ എന്താ ഇവരുടെ ലക്ഷ്യം? ഇതാക്കണം. എനിക്ക് നേരിട്ടറിയാം. ഇടവണ്ണപ്പാറ സമ്മേളനം നടക്കുന്നതിന്റെ തൊട്ട് മുമ്പ് പ്രശ്നം നല്ല രീതിയിൽ തീരാണ്. അപ്പൊ അവിടെ കൊണ്ടുവന്ന് ഇയാൾ തന്നെ ഫാബ്രിക്കേറ്റ് ചെയ്ത് യോഗം വിളിച്ചതാണ്. ടീമിനോട് എന്നിട്ട് അത് പത്രത്തിലേക്ക് കൊടുത്തു. പാണക്കാട് ഖാദി ഫൗണ്ടേഷനൊക്കെ എന്തിനായി എതിർക്കുന്നത്? തങ്ങൾ ഇപ്പം ജിഫ്രി തങ്ങൾ കാഞ്ഞങ്ങാട് ഭാഗത്ത് അവിടെ ഇതുപോലെ ഫൗണ്ടേഷൻ ഉണ്ട്, അവിടെ സംവിധാനം ഉണ്ട്, അദ്ദേഹം അവിടെ നിന്ന് ഇരിക്കലുണ്ട്. അതുപോലെ കോഴിക്കോട് വലിയ കാലി അദ്ദേഹത്തിന്റെ കീഴിൽ കോഴിക്കോട് ആസ്ഥാനമുണ്ട്. പാണക്കാട് തങ്ങൾക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ സാധിക്കൽ ഞങ്ങൾക്ക് നിരന്തരം വളരെയധികം തിരക്കായി. അദ്ദേഹത്തിന് ഈ സ്ഥാപനം കിട്ടില്ല. അപ്പൊ ഞങ്ങളൊക്കെ അടക്കാണ് അങ്ങനെ സ്ഥാപനം വേണം, ഒരു കാലി ഹൗസ് ഉണ്ടാക്കണം, അവിടെ വെച്ച് ഈ പ്രശ്നങ്ങൾ മഹലുകളിലുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ തീർക്കണം എന്ന് പറഞ്ഞൊരു കാര്യത്തിൽ നല്ല ഉദ്ദേശത്തോട് തുടങ്ങിയ എന്തിനായി എതിർക്കണം? ഇതിന് വർഷങ്ങളോളം ഇല്ലാത്തൊരു ഫൗണ്ടേഷനെ ഖാദി ഫൗണ്ടേഷനെ പാണക്കാട് കുടുംബത്തിന്റെ പേര് തുടങ്ങുമ്പോൾ അത് സമസ്തയിൽ ചർച്ച ചെയ്തിരുന്നു. തുടങ്ങാൻ പോകുന്നത് തീർച്ചയായിട്ടും പറഞ്ഞിരുന്നു. ഞങ്ങൾ ഇങ്ങനെ തുടങ്ങുകയാണ് എന്ന് തങ്ങൾമാർ തന്നെ പറയും. എന്ത് കുഴപ്പമില്ല, ജിഫിൻ തങ്ങൾ പറഞ്ഞല്ലോ അതിന്റെ കുഴപ്പം. നാളെ പത്രക്കാർ പറഞ്ഞു ഞങ്ങളുടെ നേതൃത്വം ഒരിക്കലും ശരിയല്ല. അതിന് എവിടെയാണ് പിടിക്കേണ്ടത്? അതിന്റെ ഹെഡ് പിടിക്കണം. റിപ്പോർട്ടർമാരുടെ ശാസനം റിപ്പോർട്ട് ഇപ്പം പറഞ്ഞാൽ ഞങ്ങൾ അറിയാന്ന് പറഞ്ഞാൽ
മാനേജ്മെന്റ് പറഞ്ഞു ഞങ്ങളത് അറിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഇവരാണോ ചെയ്തത്? അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളൊക്കെ ഉത്തരവാദിത്തപ്പെട്ടല്ലേ? ഒരു മാനേജ്മെന്റ് അറിയാതെ ഇത്രയും വിവാദമായ ഒരു പരസ്യമോ അല്ലെങ്കിൽ പ്രസ്താവന കൊടുക്കാൻ കഴിയും? കണ്ടന്റ് പരസ്യം എന്ത് പ്രശ്നം കൊടുക്കാമല്ലോ. കണ്ടന്റ് രാജ്യത്ത് ഏറ്റവും വലിയ വർഗീയത ഉണ്ടാക്കുന്ന കണ്ടന്റാണ്. അത് ശരിക്കും കേസെടുക്കാൻ പറ്റിയ കണ്ടന്റാണ്. ചെറുതല്ല. ആ കാര്യങ്ങൾ ഉണ്ടാക്കിയതിൽ വളരെ പ്ലാന്റഡ് ആണ്. അത് തീ വെക്കും, അതിലൊന്നും കാര്യമില്ല. ഞങ്ങൾ അതൊന്നും നടക്കുന്ന കാര്യമില്ല. ഈ കക്ഷികളെ ഞങ്ങൾ കാര്യങ്ങൾ കാണിച്ച് സമസ്ത ഉസ്താദ്മാർ പറയും. അത് ഒരിക്കലും സമസ്ത ആദർശ സംരക്ഷണ സമിതി എന്ന് പറഞ്ഞാൽ സമാന്തരമല്ല. അങ്ങനെ സമാന്തരമായിട്ട് രൂപീകരിക്കാൻ ഉദ്ദേശിച്ചില്ല. അത് കൃത്യമായി ഞങ്ങൾ ചില കാര്യങ്ങൾ പറയുന്നത് അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞങ്ങൾ പറയും. വ്യക്തമായ രൂപവും ഉണ്ടാക്കിയില്ലെങ്കിൽ ശക്തമായി ഞങ്ങളും ഈ കാര്യങ്ങൾ ഞങ്ങൾ തുറന്നു കാണിക്കും. എന്തൊക്കെയാണ് ഇവർ സമസ്തയിൽ കാണിച്ചു കൂട്ടുന്നതെന്നും കഴിഞ്ഞ കാലങ്ങളിൽ ഇവർ എന്തൊക്കെ ചെയ്തെന്നും ഒക്കെ. കാവി ആകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തങ്ങൾ ഇവരൊന്നും ഒരു സ്വന്തം നാട്ടിൽ ഒരു പള്ളിയിലെങ്കിലും വൈദ്യത്തെങ്കിലും ബലത്തിലാരെങ്കിലും വന്നിട്ടുണ്ടോ? നിങ്ങളൊന്ന് കഥയാവണം എന്നിട്ട് ഇന്ന പറ്റൂല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന കഥയാൻ പറ്റില്ല എന്ന് ഉമർ ഫൈസി പരസ്യമായി പറഞ്ഞു. അങ്ങനത്തെ ആളിങ്ങനെ സംസ്ഥാനം ഷവറിയിക്കാൻ പറ്റുക